Introduction to Sociology നാലാമത്തെ ബ്ലോക്കായ ഗ്രൂപ്പ് ബിഹേവിയർ ആൻഡ് സോഷ്യൽ കൺട്രോൾ എന്ന ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള സോഷ്യൽ ഗ്രൂപ്പ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. ഇതിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണ് സോഷ്യൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? രണ്ടോ അതിലധികമോ വ്യക്തികൾ കൂടി ചേർന്നിട്ടുള്ളതിനെയാണ് അല്ലെങ്കിൽ ഒത്തുചേരലിനെയാണ് എന്ന് വിളിക്കുന്നത് സോഷ്യൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. അതായത് രണ്ടിലധികമോ ആളുകളുടെ കൂട്ടത്തെ നമുക്ക് സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പൊതുവിൽ വിളിക്കാം. ഇനി അതിൽ ഒക്കോൺ ആൻഡ് നിംകോഫിന്റെ അഭിപ്രായത്തിൽ രണ്ടോ അതിലധികമോ ആളുകൾ കൂടിച്ചേരുകയും അവർ മറ്റൊന്നിനെ സ്വാധീനിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനെയും സാമൂഹിക സംഘം അഥവാ സോഷ്യൽ ഗ്രൂപ്പ് എന്ന് നിർവചിക്കാവുന്നതാണ്. അതായത് അവരുടെ നിംകോഫ് ആൻഡ് ഒക്കോണിന്റെ അഭിപ്രായത്തിൽ അവർ നിർവചിക്കുന്നത് ഇപ്രകാരമാണ്: രണ്ടിലധികമോ ആളുകൾ കൂടിച്ചേരുകയും ആ കൂട്ടം മറ്റൊന്നിനെ സ്വാധീനം ചെലുത്തുകയുമാണെങ്കിൽ അതിനെ നമുക്ക് സോഷ്യൽ ഗ്രൂപ്പ് അഥവാ സാമൂഹിക സംഘം അല്ലെങ്കിൽ സംഘം എന്ന് നിർവചിക്കാം. ഇനി പ്രധാനമായിട്ടും ഈ സോഷ്യൽ ഗ്രൂപ്പിന്റെ സവിശേഷതകൾ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ, അതായത് വ്യക്തികളുടെ കൂടിച്ചേരൽ എന്നത്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, രണ്ടിലധികമോ ആളുകൾ കൂടിച്ചേരുന്നതാണ് സംഘം അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നതാണ് ആളുകളുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ കൂടിച്ചേരൽ. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ കൂടിച്ചേരുന്നതാണ് സംഘം എന്നുള്ളതാണ് ഒന്നാമത്തെ സവിശേഷത. രണ്ടാമതെന്ന് പറയുന്നത് ഇന്ററാക്ഷൻ എമംഗ് മെമ്പേഴ്സ്, അതായത് എന്താണ്, വ്യക്തികൾക്കിടയിൽ അല്ലെങ്കിൽ സംഘത്തിലെ ആളുകൾക്കിടയിൽ എന്ത് നടക്കുന്നുണ്ട്? കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. ആളുകൾ തമ്മിൽ പരസ്പരം ആശയവിനിമയം നടത്തുകയും അവരുടെ ആശയങ്ങളും ചിന്തകളും മറ്റും എന്ത് ചെയ്യുന്നുണ്ട്? ആശയവിനിമയത്തിലൂടെ മാറുന്നുണ്ട് അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുന്നുണ്ട്. അതായത് ആളുകൾ പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടത്തുകയും പരസ്പരം ആശയങ്ങളും മറ്റും കൈമാറ്റം ചെയ്യുകയും ചെയ്യും. അതാണ് ഇന്ററാക്ഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് കോമൺ ഗോൾസ് ആൻഡ് ഷെയർ ഇൻട്രസ്റ്റ്, അതായത് ഈ ഗ്രൂപ്പിലെ സംഘങ്ങൾ അല്ലെങ്കിൽ സംഘം എന്ന് പറയുന്നതാണ് പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ താല്പര്യങ്ങളോ എല്ലാം വെച്ചു പുലർത്തുന്ന ആളുകളുടെ കൂട്ടമായിരിക്കും. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ കലാ സാംസ്കാരിക സംഘം എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഗ്രൂപ്പുകളുണ്ടാകും, കൾച്ചറൽ ഗ്രൂപ്പുകളുണ്ടാകും. ഇതൊക്കെ എന്താണ്, പ്രധാനമായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഇൻട്രസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കി വരുന്ന ഗ്രൂപ്പുകളായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് മ്യൂസീഷ്യൻസിന്റെ ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ അവരെന്താണ്, സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിനോട് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അതിനോട് കമ്പുള്ള ആളുകളുടെ ഓരോ ഗ്രൂപ്പുകളുണ്ടാകും. അപ്പോൾ ഓരോ തരത്തിലുള്ള ആളുകളുടെ, അതായത് സ്പെഷ്യൽ ആയിട്ടുള്ള തങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അതിനുമായിട്ട് കൂടിച്ചേർന്നുകൊണ്ടുള്ള ആളുകളുടെ കൂട്ടവും ഉണ്ടായിരിക്കും. അപ്പൊ ഇതിനെയൊക്കെയാണ് എല്ലാവരും ഈ സംഘത്തിനകത്തുള്ള ആളുകൾക്ക് എന്താണ് പൊതുവായിട്ടുള്ള താല്പര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ഇനി അടുത്ത് പറയുന്ന ആളുകൾക്കിടയിൽ ബി ഫീലിംഗ്, അതായത് ഓരോ ഗ്രൂപ്പിനകത്തും എന്തുണ്ടാവും, അവർക്ക് അവരുടേതായ ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ എന്ന് പറയുന്ന ഒരു ബി ഫീലിംഗ് അതായത് വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പം എന്തിലുണ്ടാവും? സംഘത്തിലുണ്ടാവും. അതായത് സംഘത്തിനിടയിൽ വ്യക്തികൾക്കിടയിൽ എന്താണ് ബി ഫീലിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു ഗ്രൂപ്പിനകത്തെ വ്യക്തികൾക്കിടയിൽ എന്തുണ്ടാവും? വൈകാരികമായിട്ടുള്ള അടുപ്പം ഉണ്ടായിരിക്കും എന്നുള്ളത്. ഉദാഹരണം സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഗ്യാങ് ഉണ്ടാവും. അപ്പൊ അതിനകത്ത് എന്താണ്, അതൊരു ഗ്രൂപ്പാണ് അല്ലെ, ഒരു പിയർ ഗ്രൂപ്പാണ്, അതായത് സമപ്രായക്കാരുടെ ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പൊ അതിനകത്ത് എന്താണ്, സുഹൃത്തുക്കൾ തമ്മിൽ പരസ്പരം എന്തുണ്ടാവും? വൈകാരികമായിട്ടുള്ള അടുപ്പം ഉണ്ടാവും. അതോടൊപ്പം എന്താണ്, ഞങ്ങളുടെ അല്ലെങ്കിൽ എന്റെ എന്ന് പറയുന്ന എന്തുണ്ടാവും? ഒരു ബി ഫീലിംഗ് ഉണ്ടാവും. അപ്പൊ അതിനെയാണ് അല്ലെങ്കിൽ എന്താണ് വൈകാരികമായിട്ടുള്ള അടുപ്പം എന്തിനുണ്ടാവുന്നു? സംഘങ്ങളിൽ ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത് പറയുന്നത് സിമിലിയർ ബിഹേവിയർ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരേ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ഉള്ള ആളുകളുടെ ഒരു കൂട്ടം കൂടെ ഇതിലുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ സെയിം ബിഹേവിയർ എന്ന് പറയുന്ന ഒരു സംഘത്തിലെ ആളുകൾക്കിടെ ഏകദേശം ഒരേ പെരുമാറ്റ രീതികളും ആശയങ്ങളൊക്കെ വെച്ച് പുലർത്തുന്ന ആളുകൾ
ഉണ്ടാവും, സംഘത്തിലുണ്ടാവും, അല്ലെങ്കിൽ എന്താണ് നമ്മൾ പൊതുവിൽ പറയും ഒരേ വൈബുള്ള ആളുകൾ എന്ന് പറയും. അപ്പൊ അതാണ് കോമൺ ആയിട്ടുള്ള ഒരു ബിഹേവിയർ അല്ലെങ്കിൽ സിമിലിയർ ആയിട്ടുള്ള ബിഹേവിയർ സംഘത്തിലെ ആളുകൾക്കിടയിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ഇനി അടുത്ത് പറയുന്നത് മ്യൂച്വൽ അവയർനെസ്. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആളുകൾക്ക് പരസ്പരം അറിയാം എന്താണ്, ഒരു ഗ്രൂപ്പിനകത്ത് അല്ലെങ്കിൽ ഒരു സംഘത്തിനകത്തുള്ള ആളുകൾക്കിടയിൽ പരസ്പരം പരിചയം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആളുകളുടെ പേര്, അവരുടെ സ്ഥലം, മറ്റ് ഘടകങ്ങളെ പറ്റിയിട്ട് നല്ല അറിവുണ്ടായിരിക്കും എന്നുള്ളതാണ് മ്യൂച്വൽ അവയർനെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾക്ക് പരസ്പര ധാരണ, ആളുകൾക്കിടയിൽ എന്തുണ്ടാകും, ഓരോ വ്യക്തികളെ കുറിച്ചുള്ള പരസ്പര ധാരണ ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് സുഹൃത്ത് അല്ലെങ്കിൽ ഒരു സുഹൃത്തുക്കളുടെ സംഘം എന്ന് പറയുന്നത് ആ ഗ്യാങ്ങിനകത്ത് വരുന്ന പെർട്ടിക്കുലർ ഓരോ സുഹൃത്തിനെ കുറിച്ച് എന്തുണ്ടാകും, പരസ്പരം ആളുകൾക്ക് പരിചയം ഉണ്ടാവും. അതോടൊപ്പം തന്നെ എന്തുണ്ടാകും, ഓരോ വ്യക്തികളുടെ ഇഷ്ടങ്ങളെയും മറ്റൊക്കെ നമുക്ക് അറിയാം. അപ്പൊ അത് അതായത് മ്യൂച്വൽ അവയർനെസ്, പരസ്പരമുള്ള ധാരണ അല്ലെങ്കിൽ പരിചയം എന്തിലുണ്ടാവും, സംഘങ്ങളിൽ ഉണ്ടായിരിക്കും. ഇനി അടുത്ത് പറയുന്നത് സൈസ് ഓഫ് ദ ഗ്രൂപ്പ് ആണ്. അതായത് ഒരു ലിമിറ്റഡ് സൈസിലുള്ള ഗ്രൂപ്പുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഗ്രൂപ്പിൽ എന്ന് പറയുന്നത് എന്താണ്, രണ്ട് വ്യക്തികൾ ചേർന്ന്, രണ്ടിലധികമാണ്. അപ്പൊ രണ്ട് വ്യക്തികൾ ചേർന്നാലും നമുക്ക് അതിനെ ഗ്രൂപ്പ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ രണ്ടിലധികം ആളുകൾ കൂടി ചേർന്നാലും അതിനെ ഗ്രൂപ്പ് എന്ന് വിളിക്കാം. അപ്പൊ എന്താണ് സൈസ് എന്ന് പറയുന്നത്? എന്താണ് അതിന്റെ സംഘത്തിന്റെ സൈസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ലിമിറ്റഡ് ഉണ്ടാവും. അതേസമയം നമുക്ക് അതിൽ കൂടുതലായിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയിൽ മെഷർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഗ്രൂപ്പ് സൈസും അതിലുണ്ടായിരിക്കും. അപ്പൊ അതിന്റെ സൈസ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. അതായത് രണ്ട് വ്യക്തികൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെയാണെങ്കിൽ ഡയാഡ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ രണ്ടിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അത് ട്രയാഡ് എന്ന രീതിയിൽ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ സംഘം എന്ന് പറയുന്നത് അതിന്റെ വലുപ്പം എന്ന് പറയുന്നത് ആളുകളെ ഡിപ്പെൻഡ് ചെയ്ത് നിലനിൽക്കുന്നു എന്ന് പറയും. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോമൺ ആയിട്ടുള്ള നോംസ് അതിലുണ്ടാകും. അതായത് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഓരോ സംഘവും അതിൻ്റെതായിട്ടുള്ള നോംസും വാല്യൂസും വെച്ച് പുലർത്തുന്നതായിരിക്കും. അതായത് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് എന്താണ് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും അല്ല ഓരോ ഗ്രൂപ്പിനും അല്ലെങ്കിൽ ഒരു സംഘത്തിന്. ഇപ്പൊ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ആണെങ്കിൽ പോലും അതിനകത്ത് കൃത്യമായിട്ടുള്ള എന്തുണ്ടാവും, നമ്മളെ കൃത്യമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന രീതിയില്ലെങ്കിലും എന്തുണ്ടാവും, വ്യക്തികൾക്കിടയിൽ ആ അകത്ത് ഉൾപ്പെടുന്ന ആളുകൾക്കിടയിൽ എന്തുണ്ടാവും, പരസ്പരമായിട്ടുള്ള ഒരു കോമൺ നോംസ് ഉണ്ടാവും, വാല്യൂസ് ഉണ്ടാവും. ഒരു ഫ്രണ്ട്ഷിപ്പിനകത്താണെങ്കിൽ പോലും നമ്മൾ പരസ്പരം വെച്ച് പുലർത്തുന്ന വിശ്വാസവും എന്താണ് സ്നേഹം എന്ന് പറയുന്ന തരത്തിലുള്ള പല മൂല്യങ്ങളും മാനദണ്ഡങ്ങളും ഉണ്ടാവും. അത് കൃത്യമായിട്ട് എന്താണ് എഴുതപ്പെട്ടതോ ഒന്നല്ല, പക്ഷെ എന്താണ് നമ്മളത് പരസ്പരം വൈകാരിക അടുപ്പത്തിന്മേൽ അല്ലെങ്കിൽ അടുപ്പത്തിൽ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് എന്തുണ്ടാവും, പരസ്പരമായിട്ടുള്ള റെസ്പെക്റ്റും അല്ലെങ്കിൽ മൂല്യങ്ങളും മറ്റു വിശ്വാസവും മറ്റുമെല്ലാം വെച്ച് പുലർത്തുന്നു എന്നുള്ളതാണ് ഗ്രൂപ്പിന്റെ മറ്റൊരു സവിശേഷത. അടുത്തതെന്ന് പറയുന്നത് എന്താണ്, സോഷ്യൽ കൺട്രോൾ. ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട്. അതായത് നമ്മൾ ഓരോ സംഘങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോഴും അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പുകളും ഉണ്ടാവുന്ന സമയത്ത് അതിന് കൃത്യമാണ് അതെന്ത് ചെയ്യുന്നുണ്ട്, അതിലെ വ്യക്തികളെ നിയന്ത്രിക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ഒരു ക്ലാസ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സൗഹൃദ വലയം എന്നെടുക്കുന്ന സമയത്ത് പോലും നമ്മൾ അതിൽ കൃത്യമായിട്ട് പാലിക്കുന്ന ഒരു നിയന്ത്രണം ഉണ്ടല്ലേ. നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ അവര് തെറ്റിലേക്ക് പോകുമ്പോൾ അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് നമ്മൾ അതിൽ അംഗങ്ങൾ ചെയ്യാറുണ്ട്. അപ്പൊ ഇത്തരത്തിൽ വ്യക്തികൾക്കിടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് എന്തിലുണ്ട്, ഗ്രൂപ്പിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്ത് പറയുന്നത് ഡൈനാമിക് ആണ്. അതായത് ഡൈനാമിക് എന്ന് പറയുന്നത് എന്താണ്, മാറ്റങ്ങൾക്ക് വിധേയമാണ്. അതായത് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒന്നല്ല, ഫ്ലെക്സിബിൾ ആണ്. അതായത് മാറ്റങ്ങൾക്ക് എന്താണ് കാലഘട്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ പുതിയ ഐഡിയോളജീസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ പുതിയ ട്രെൻഡ്സിനൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്, അത് മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. അതായത് നമ്മൾ പറയുവാണെങ്കിൽ വ്യക്തികൾ ഒരു കൂട്ടം ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ കൂടി ചേരുന്നത് ഗ്രൂപ്പ് എന്ന് പറയും. അപ്പൊ ആ ഗ്രൂപ്പിനകത്ത് എന്താണ്, ആ ഗ്രൂപ്പിനകത്ത് മാറ്റങ്ങൾ സാധ്യമാണ്. അതായത് എന്താണ്, അതില് കാലഘട്ടത്തിനനുസരിച്ചും അല്ലെങ്കിൽ അതിൽ വരുന്ന പുതിയ ട്രെൻഡ്സുകൾ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് എന്തുണ്ട്, ഗ്രൂപ്പിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ്, ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്, മാറ്റങ്ങൾക്ക് വിധേയമാണ്. അതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ലോ ഒന്നും തന്നെ നിലനിൽക്കണമെന്നില്ല. അതോടൊപ്പം തന്നെ അത് കാലത്തിനും അഭിരുചിക്കും അനുസരിച്ചിട്ടുണ്ട് അതിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. അതിൽ മെമ്പേഴ്സിന് അതിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അത് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഡൈനാമിക് ആണെന്ന് പറയുന്നത്. അടുത്തതായിട്ട് പറയുന്നത് സ്റ്റെബിലിറ്റി ആണ്. അതായത് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റെബിലിറ്റി അത് ലോങ് ടേമിലോ ഷോർട്ട് ടേമിലോ നിലനിൽക്കാം. ഓക്കെ, അപ്പൊ അതായത് അതിന്റെ സ്റ്റെബിലിറ്റി എന്നൊക്കെ പറയുന്നത് നമുക്ക് കൃത്യമായിട്ട്
സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്, അതിന്റെ സ്ഥിരത എന്ന് പറയുന്നത് ചിലപ്പോൾ അത് ലോങ് ടേമിലേക്ക് മുന്നോട്ട് പോവാൻ, ദീർഘകാലത്തേക്ക് മുന്നോട്ട് പോവാം ആ ഒരു സംഘം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം അതൊരു ഹ്രസ്വകാലത്തേക്ക്, അല്ലെങ്കിൽ അതെന്താണ് ഒരു പെർട്ടിക്കുലർ ടൈമിന് ശേഷം അത് ഇല്ലാതാവും. ഉദാഹരണത്തിന് നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങളിൽ ഉണ്ടാവുന്ന സൗഹൃദം പലപ്പോഴും എന്താണ് ആ ഒരു പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ക്ലാസ്മേറ്റ്സുമായിട്ട് അല്ലെങ്കിൽ മറ്റു ക്ലാസ്സിലെ സുഹൃത്തുക്കൾ ഒരു പിയർ ഗ്രൂപ്പിന്റെ ഒരു ഗാങ് ഫോം ചെയ്യും. പക്ഷെ അത് നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിന് ശേഷം ചിലപ്പോൾ എന്ത് സംഭവിക്കാം, അത് ആ ഒരു സൗഹൃദം അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമുക്ക് നഷ്ടപ്പെട്ടു പോവാം. അല്ലെങ്കിൽ ചില സൗഹൃദം അല്ലെങ്കിൽ എന്താണ് ദീർഘകാലത്തേക്ക്, അതായത് സ്കൂൾ കാലഘട്ടം കഴിഞ്ഞും ആ സൗഹൃദം മുന്നോട്ട് പോകുന്നതായിട്ട് കാണാം. പിയർ ഗ്രൂപ്പിന്റെ സംഘം അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ എന്ന് പറയുന്നതാണ് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാം. അപ്പൊ അതിന് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നമുക്കൊരു സ്റ്റാറ്റിക് ആയിട്ട് പറയാൻ പറ്റില്ല. അത് പെർമനന്റ് ആയിട്ടുള്ളതുണ്ട്, അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ എന്താണ് ഗ്രൂപ്പും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് പ്രധാനമായിട്ട് ഗ്രൂപ്പിന്റെ സവിശേഷതയായിട്ട് പറയുന്നത്. ഇനി എന്താണ് സോഷ്യൽ ഗ്രൂപ്പിന്റെ ഇമ്പോർട്ടൻസ്, ആവശ്യകത എന്താണെന്നുള്ളതാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ സോഷ്യൽ ഗ്രൂപ്പുകൾ എന്തിനാണ് നിലനിൽക്കുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആളുകൾ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നത് വഴി രൂപീകരിക്കുന്നു അല്ലെങ്കിൽ ഇന്ററാക്ഷൻസ് നടത്തുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത്തരത്തിൽ ആളുകൾ രണ്ട് വ്യക്തി അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ വ്യക്തികൾ കൂടിച്ചേർന്ന് ആശയവിനിമയം നടത്തുകയും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് നടക്കുന്നുണ്ട്. അതായത് സുഹൃത്തുക്കളോട് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വീടിനകത്ത് നിന്നും ഒരു വിദ്യാലയത്തിലേക്ക് ചെന്നതിന് ശേഷം അവിടെ ഉണ്ടാകുന്ന സുഹൃത്തുക്കളിൽ നിന്ന് എന്തുണ്ട്, സ്വാഭാവികമായിട്ട് വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ സ്വഭാവത്തെ ആ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സുഹൃത്ത് വലയങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ് സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ പെരുമാറ്റ രൂപീകരണത്തിന്, സ്വഭാവ പെരുമാറ്റ രൂപീകരണത്തിന് എന്ത് സഹായിക്കുന്നുണ്ട്? സോഷ്യൽ ഗ്രൂപ്പ് സഹായിക്കുന്നു. അപ്പോൾ സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് എന്ത് സഹായിക്കുന്നുണ്ട്? സോഷ്യൽ ഗ്രൂപ്പ് സഹായിക്കുന്നത്. ഓരോ വ്യക്തിയും, ഇത് ഒരു കുട്ടിയുടെ കാര്യമല്ല, നമ്മൾ എല്ലാ വ്യക്തികളും എന്താണ് നമ്മൾ പലതരത്തിലുള്ള ഓരോ ജീവിതത്തിന്റെ ഓരോ ഫേസസിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഗ്രൂപ്പുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ഗ്രൂപ്പിനകത്ത് ഇന്ററാക്ട് ചെയ്യുന്നതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ സ്വഭാവ രൂപീകരണത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന മേഖല ഏതാണോ, ഏത് ഗ്രൂപ്പുമായിട്ടാണോ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത്, അത് നിരന്തരം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്വഭാവ രൂപീകരണത്തെ അല്ലെങ്കിൽ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നുണ്ട്. അതാണ് സോഷ്യലൈസേഷൻ പ്രോസസ്സിൽ സോഷ്യൽ ഗ്രൂപ്പ് വളരെയധികം സ്വാധീനം ചെലുത്തും. രണ്ടാമതെന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള പിന്തുണ. അതായത് നമുക്ക് ഇത്തരത്തിൽ സോഷ്യൽ ഇന്ററാക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സമപ്രായക്കാരുടെ സംഘമാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ കൂട്ടുകൂടുന്ന സമയത്ത് എന്താണ് നമ്മളുടേതായിട്ടുള്ള പ്ലഷേഴ്സ്, അതായത് നമ്മുടെ തരത്തിലുള്ള ഒരേ തരത്തിലുള്ള ചിന്താഗതികളും മറ്റല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ തമാശകളും മറ്റു തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നു, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, പുതിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്താണ് മാനസികപരമായിട്ടുള്ള ഒരു ഉല്ലാസത്തിന് സഹായിക്കുന്നു. അപ്പൊ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ സ്നേഹം മറ്റു എല്ലാ വികാരങ്ങളെയും പഠിപ്പിക്കുവാനും അല്ലെങ്കിൽ അത് വ്യക്തിയിൽ ഉണ്ടാക്കാനും എന്ത് സഹായിക്കുന്നുണ്ട്, സോഷ്യൽ ഗ്രൂപ്പുകൾ സഹായിക്കുന്നു. ഇപ്പോൾ നമുക്ക് സ്കൂൾ കാലഘട്ടങ്ങളിൽ തന്നെ എടുക്കുകയാണെങ്കിൽ പിയർ ഗ്രൂപ്പിനകത്ത് വരുന്ന കുട്ടികൾക്കിടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവർ തന്നെ പങ്കുവെക്കുന്ന പല സൗഹൃദങ്ങളും ഉണ്ടാവും, അല്ലെങ്കിൽ അതിനകത്ത് അവർ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളുണ്ടാവും. അപ്പൊ അതെല്ലാം എന്താ മാനസികപരമായിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ അവരുടെ മാനസികപരമായിട്ടുള്ള തലങ്ങളെ അത് സ്വാധീനിക്കുന്നുണ്ട്. അത് മുതിർന്ന വ്യക്തികളിലേക്ക് എത്തുമ്പോഴും സ്വാഭാവികമാണ് എന്താണ് അവരുടെ ജീവിതശൈലിയുമായിട്ടുള്ള അല്ലെങ്കിൽ ദൈനംദിന പ്രവർത്തികളിൽ നിന്നും ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് എന്ത് സഹായിക്കുന്നുണ്ട്, സോഷ്യൽ ഗ്രൂപ്പുകൾ സഹായിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് സ്പോർട്സ് ക്ലബ്ബുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു കൈൻഡ് ഓഫ് ഗ്രൂപ്പാണ്. എന്നാൽ അവിടെ ആളുകൾ ഒത്തുചേരുന്നു, അവരുടേതായിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റുകൾ ചർച്ച ചെയ്യുന്നു, അതിനകത്ത് വരുന്ന പുതിയ ആശയങ്ങൾ, അതിനകത്ത് അതെങ്ങനെ വിപുലീകരിക്കാൻ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ എന്താണ് മാനസികപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വൈകാരികമായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു സംതൃപ്തി നൽകുന്നതിന് ഇത് കാരണമാവുന്നു. രണ്ടാമത്തേത് പറയുന്നത് സോഷ്യലൈസേഷൻ ആണ്, സാമൂഹ്യവൽക്കരണത്തിന് ഇത് സഹായകരമാവുന്നു. ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ ഗ്രൂപ്പിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പിന്റെ സംഘങ്ങളുടെ വർഗീകരണത്തെയാണ് ഡിസ്കസ് ചെയ്തത്. ഇതിൽ പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള വർഗീകരണമാണ് അല്ലെങ്കിൽ കാറ്റഗറീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, പ്രൈമറി ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്. അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് പ്രൈമറി ഗ്രൂപ്പാണ്. പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെങ്കിൽ ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത് CH കൂലെ ആണ്. ചാൾസ് ഹോർട്ടൺ കൂലെ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ CH കൂലെ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അപ്പൊ അദ്ദേഹമാണ് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ പുസ്തകമായിട്ടുള്ള സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് അദ്ദേഹം പ്രൈമറി ഗ്രൂപ്പിനെ കുറിച്ച് പരാമർശിക്കുന്നത്. അപ്പൊ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? വ്യക്തികൾ മുഖാമുഖം
പരിചയപ്പെടുകയും അല്ലെങ്കിൽ മുഖാമുഖം സംഭാഷണത്തിൽ അല്ലെങ്കിൽ സമ്പർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടുണ്ടാകുന്ന ഗ്രൂപ്പിനെയാണ് അല്ലെങ്കിൽ സംഘത്തെയാണ് എന്ത് വിളിക്കുന്നത്? പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇത്രയാണ്. അപ്പൊ എന്താണ് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് CH പൂലെയാണ്. സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ഈ ആശയം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫേസ് ടു ഫേസ് റിലേഷൻ വരുന്ന ബന്ധങ്ങളെയാണ് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആളുകൾ മുഖാമുഖം പരിചിതരാവുകയും അല്ലെങ്കിൽ നേരിട്ട് ബന്ധം പുലർത്തുന്നതിനെയാണ് നമ്മൾ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതായത് ഉദാഹരണത്തിന് നമ്മൾ ഫാമിലിയിലുണ്ടാവും ന്യൂക്ലിയർ ഫാമിലി, അതായത് അണുകുടുംബത്തിൽ വരുന്ന അണുകുടുംബത്തെ നമുക്ക് എന്താണ് പ്രൈമറി ഗ്രൂപ്പ് ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സമപ്രായക്കാർ, നമ്മൾ സുഹൃത്തുക്കളുടെ ഒരേ പ്രായത്തിലുള്ള ആളുകൾ തമ്മിലുള്ള സൗഹൃദമൊക്കെ എന്താണ് പ്രൈമറി ഗ്രൂപ്പിൽ ഉൾപ്പെടും. അപ്പൊ ഇവിടെ പ്രൈമറി ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആളുകൾ ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ് നടത്തുന്നു എന്നുള്ളതാണ്. ആളുകൾ നേരിട്ട് കാണുകയും സംസാരിക്കുകയും ഇന്ററാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സംഘത്തെയാണ് നമ്മൾ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഈ പ്രൈമറി ഗ്രൂപ്പിന്റെ സവിശേഷതകളാണ്. അത് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പ്രൈമറി ഗ്രൂപ്പിന് ഉണ്ടാവുക എന്നുള്ളതാണ്. അതിൽ ഒന്നാമതെന്ന് പറയുന്നത് സ്മാളർ സൈസ് ആയിരിക്കും. അതായത് അതിന്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്, അല്ലെങ്കിൽ വളരെ ചെറിയ സൈസിലുള്ളതായിരിക്കും. വലിപ്പം എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. അതായത് നമ്മൾ പറഞ്ഞു എന്താണ് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷനിൽ വരുന്ന ബന്ധങ്ങളാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആലോചിക്കുന്നത് നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും അല്ലെ? വളരെ ചുരുങ്ങിയ സൗഹൃദമായിരിക്കും നമുക്ക് ക്ലോസ് സർക്കിളിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇന്റിമേറ്റ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ എന്നൊക്കെ നമ്മൾ പൊതുവെ പറയും. അതൊക്കെ എന്താണ് വളരെ വിരലിൽ എണ്ണാവുന്ന ആളുകളെ നമ്മുടെ കയ്യിൽ ഉണ്ടാകത്തുള്ളൂ, ആ ഒരു സർക്കിളിലേക്ക് വരുന്നത്. അപ്പൊ അതിനെയാണ് ഈ പോയിന്റ് അർത്ഥമാക്കുന്നത്. അതായത് കൃത്യമായിട്ട് ഒരു ചെറിയൊരു വലിപ്പത്തിൽ മാത്രം ഉണ്ടാവുന്ന അല്ലെങ്കിൽ സൗഹൃദത്തിൽ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ എക്സ്റ്റൻഡഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആയിരിക്കില്ല. വളരെ ലിമിറ്റഡ് ആയിട്ട് വളരെ ചെറിയ അംഗങ്ങൾ മാത്രം, വളരെ ചെറിയ എണ്ണത്തിൽ ഒതുങ്ങുന്ന ആളുകൾ മാത്രമായിരിക്കും പ്രൈമറി ഗ്രൂപ്പിനകത്ത് വരിക. ഉദാഹരണം നമ്മൾ ക്ലോസ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഇന്റിമേറ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു കാര്യത്തെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. രണ്ടാമതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് പ്രോക്സിമിറ്റിയാണ്, അടുപ്പം, വൈകാരികമായിട്ടുള്ള അടുപ്പം. അല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളോടായിരിക്കും നമ്മൾ കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഷെയർ ചെയ്യുന്നത് ഈ പ്രൈമറി ഗ്രൂപ്പിനകത്തുള്ള ആളുകളായിട്ടുള്ള. അപ്പോൾ എന്താണ് അടുപ്പം എന്ന് പറയുന്നത്? പ്രോക്സിമിറ്റി എന്ന് പറയുന്നത് ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ടായിരിക്കുന്നത് ആരുമായിട്ടായിരിക്കും? പ്രൈമറി ഗ്രൂപ്പിനകത്തുള്ള ആളുകളുമായിട്ട് മാത്രമായിരിക്കും. മൂന്നാമത് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് കോമൺ ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സാധനം തന്നെയാണ് പറയുന്നത്. എന്താണ് ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന വൈകാരികമായിട്ട് അടുപ്പുള്ളത് കൊണ്ട് തന്നെ എന്താണ് കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ആളുകൾ തമ്മിൽ പരസ്പരം അത്രമേൽ അറിയാവുന്ന ആളുകളായിരിക്കും എന്തിനുണ്ടായിരിക്കുക? പ്രൈമറി ഗ്രൂപ്പിനകത്ത് ഉണ്ടായിരിക്കുക. അപ്പൊ ആളുകൾ തമ്മിൽ പരസ്പരം അടുപ്പം ഉണ്ടാവും തോറും എന്തുണ്ടാവും? പരസ്പരം അറിയാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ മനസ്സിലാക്കുന്നത് വ്യക്തികൾക്കിടയിൽ പ്രൈമറി ഗ്രൂപ്പിനകത്തുള്ള ആളുകൾക്കിടയിൽ പരസ്പര ധാരണ അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കുന്ന രീതി കൂടുതലായിരിക്കും എന്നുള്ളത്. അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഇമോഷണൽ കൺസേൺ, അതായത് എന്താണ് ഈ പ്രൈമറി ഗ്രൂപ്പിനകത്തുള്ള ആളുകൾക്കിടയിൽ വൈകാരികമായിട്ടുള്ള അടുപ്പം വളരെ കൂടുതലായിരിക്കും. അതായത് നമ്മളുടേത് എന്ന് പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഉണ്ടാവും നമ്മുടെ സർക്കിളിനകത്ത് വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രൈമറി ഗ്രൂപ്പിനകത്ത് വരുന്ന ആളുകൾക്കിടയിൽ വൈകാരികമായിട്ടുള്ള അടുപ്പം കൂടുതലായത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ പരസ്പരം അറിയാനുള്ള സാധ്യത കൂടുതലായത് കൊണ്ട് തന്നെ എന്തുണ്ടാവും? ആളുകൾക്കിടയിൽ പരസ്പരം എന്താണ് മറ്റൊരാൾ സംഘത്തിനകത്ത് അല്ലെങ്കിൽ പ്രൈമറി ഒരു പെർട്ടിക്കുലർ സർക്കിളിനകത്ത് വരുന്ന മറ്റു വ്യക്തികളുടെ പ്രശ്നങ്ങൾ എന്തായിരിക്കും നമ്മുടേതെന്ന രീതിയിൽ നമുക്ക് ഏറ്റെടുക്കാനായിട്ട് കഴിയുന്നുള്ളത്. ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ ഇതിലുണ്ടാവുന്നുണ്ട്, പ്രൈമറി ഗ്രൂപ്പിനകത്ത് ഉണ്ടാവുന്നുണ്ട്. പിന്നെ എന്ന് പറയുന്നത് ഡ്യൂറേഷൻ ആണ്. അതായത് അതിന് കാലപരിധി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഹ്രസ്വകാലത്തേക്ക് ആയിരിക്കില്ല പ്രൈമറി ഗ്രൂപ്പ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ എന്താണ് വളരെ ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്ന ബന്ധങ്ങളായിരിക്കും പ്രൈമറി ഗ്രൂപ്പിനകത്ത് വരുന്നത് എന്നുള്ളത്. അതായത് നമ്മൾ പറഞ്ഞു വളരെ അടുത്ത സുഹൃത്ത് വലയങ്ങളെയൊക്കെ നമുക്ക് പ്രൈമറി ഗ്രൂപ്പിനകത്ത് ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞു. അപ്പൊ ആളുകൾക്കിടയിൽ ഈ സൗഹൃദം അല്ലെങ്കിൽ സൗഹൃദമാണെങ്കിലും ആ ഒരു സർക്കിൾ ആണെങ്കിലും ഈ പ്രൈമറി ഗ്രൂപ്പുകളെല്ലാം എന്ത് ചെയ്യുന്നുണ്ടാവും? വളരെ ദീർഘകാലത്തേക്ക് ഒരുപാട് കാലത്തെ പരിചയവും അല്ലെങ്കിൽ ഒരുപാട് കാലം നിലനിൽക്കുന്നതുമായിരിക്കും പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ലോങ് ടേമിലുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലോങ് ടേമിലുള്ള ഒരു ഗ്രൂപ്പാണ് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പിന്നീട് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ആളുകൾക്കിടയിൽ നിന്നുള്ള കോമൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റുകളും അല്ലെങ്കിൽ ഇഷ്ടങ്ങളും എല്ലാം പൊതുവായിട്ടായിരിക്കും നിലനിൽക്കുന്നത്. അതായത്
സെൽഫ് ഇൻട്രസ്റ്റുകൾ പൊതുവെ ലിമിറ്റഡ് ആയിരിക്കും. അതായത് ഒരു സർക്കിളിനകത്ത് എന്ന് പറയുന്നത് എന്താണ്, പൊതുവായിട്ടുള്ള ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ആയിരിക്കും നിലനിൽക്കുക. സെൽഫ്പരമായിട്ടുള്ള അല്ലെങ്കിൽ സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. അതായത് നമുക്ക് എന്താണ്, നമ്മുടെ ഒരു സർക്കിളിനകത്ത് ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ എല്ലാവരുടെയും അഭിപ്രായങ്ങളെയും മാനിച്ചുകൊണ്ടായിരിക്കും അതിൽ എല്ലാ അംഗങ്ങളും നിലനിൽക്കുക. അതായത് ഒരു സൗഹൃദത്തിന്റെ ഒരു സർക്കിളാണ് നിലനിൽക്കുന്നത്, ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളാണ്, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു സർക്കിളാണെങ്കിൽ അതിനകത്ത് ഒരാളുടെ ആശയമോ അല്ലെങ്കിൽ ഒരാളുടെ മാത്രം വ്യക്തി താല്പര്യങ്ങളോ മാത്രമായിരിക്കില്ല പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. അവരെന്താണ്, എല്ലാവർക്കും കൂടെ ഒരു ഏകാഭിപ്രായവും പൊതുവായിട്ടുള്ള താല്പര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ടാവും, മുന്നിട്ട് ഒരുപോലെ പരിഗണിക്കുന്നുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള പൊതുവായിട്ടുള്ള ഘടകങ്ങളായിരിക്കും ഇതിൽ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒന്നാണ് സിമിലർ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. അതായത് ആളുകൾക്കിടയിൽ ഏകദേശം എന്താണ്, ഒരേ പശ്ചാത്തലത്തിലുള്ള ആളുകളായിരിക്കും ഇതിനകത്ത് വരിക. അപ്പൊ പ്രൈമറി ഗ്രൂപ്പിലെ മെമ്പേഴ്സിന് എന്താണ്, ഒരു സിമിലർ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് പൊതുവിലുള്ള കാര്യങ്ങൾ, ഇപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ കൂടുതലും നമുക്ക് പിയർ ഗ്രൂപ്പിലുള്ള സുഹൃത്തുക്കളായിരിക്കും ഉണ്ടായിരിക്കും. സമപ്രായക്കാരുമായിട്ടുള്ള സൗഹൃദമായിരിക്കും നമ്മൾ കൂടുതൽ ഇനിഷ്യേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അതിനെയാണ് പറയുന്നത് സിമിലർ ബാക്ക്ഗ്രൗണ്ടിൽ സിമിലർ ആയിട്ടുള്ള ചിന്താഗതികൾ, ഐഡിയോളജീസ് ഇതൊക്കെ വെച്ച് പുലർത്തുന്ന ആളുകളായിരിക്കും എന്തുണ്ടായിരിക്കുക, പ്രൈമറി ഗ്രൂപ്പിനകത്ത് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈമറി ഗ്രൂപ്പ് ആണ്. എന്തിനാണ് പ്രൈമറി ഗ്രൂപ്പ് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ പ്രൈമറി ഗ്രൂപ്പ് സമൂഹത്തിൽ ഉണ്ടാകുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്നുള്ളത്. അതിലൊന്നാമതാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ്, നമ്മളുടെ പെരുമാറ്റങ്ങളെ സ്വാധീനിക്കാൻ എന്തിനു സാധിക്കുന്നുണ്ട്, പ്രൈമറി ഗ്രൂപ്പിന് സാധിക്കുന്നുണ്ട്. അപ്പൊ പ്രൈമറി ഗ്രൂപ്പിന്റെ അകത്ത് നമ്മുടെ ഫാമിലി കൂടെ നമുക്ക് ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നു. അതായത് നമ്മളായിട്ട് വളരെ ക്ലോസ്ഡ് ആയിട്ട് വരുന്ന റിലേഷൻസ് വെച്ച് പുലർത്തുന്ന സംഘത്തെ നമുക്ക് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയാറുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രൈമറി ഗ്രൂപ്പിനകത്ത് നമ്മുടെ ഫാമിലി ഉൾപ്പെടും. അതായത് ന്യൂക്ലിയർ ഫാമിലി ആണ് പറയുന്നത്, നമ്മുടെ ഫാമിലി ഉൾപ്പെടും. അപ്പൊ അത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യലൈസേഷന്റെ അവിഭാജ്യ ഘടകമായിട്ട് എന്ത് മാറുന്നുണ്ട്, പ്രൈമറി ഗ്രൂപ്പുകൾ മാറുന്നുണ്ട്. അപ്പൊ നമ്മുടെ സൗഹൃദത്തിലാണെങ്കിൽ പോലും എന്തുണ്ട്, സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ പ്രൈമറി ഗ്രൂപ്പിൽ നിർണ്ണയിക്കാനായിട്ട് കഴിയും, അല്ലെങ്കിൽ സ്വാധീനം ചെലുത്താനായിട്ട് സാധിക്കും. പിന്നീട് പറയുന്നത് എന്താണ്, ഇന്റിമേറ്റ് ആയിട്ടുള്ള ആളുകൾക്കിടയിൽ ഒരു സോഷ്യൽ കണക്ഷൻ ഉണ്ടാക്കാനുള്ള പരസ്പരം വൈകാരികമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്താൻ എന്ത് ആവശ്യമാണ്, പ്രൈമറി ഗ്രൂപ്പുകൾ ആവശ്യമാണ്. അതായത് കുടുംബത്തിൽ നിന്നാണെങ്കിലും പോലും വ്യക്തികൾക്കിടയിൽ, കുട്ടികൾക്കിടയിൽ അല്ലെങ്കിൽ വ്യക്തികൾ കുടുംബത്തിനകത്തുള്ള വ്യക്തികൾ തമ്മിൽ പരസ്പരം വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പം നിലനിർത്താൻ എന്ത് സഹായിക്കുന്നുണ്ട്, പ്രൈമറി ഗ്രൂപ്പ് സഹായിക്കുന്നു. പ്രൈമറി ഗ്രൂപ്പിൽ നിന്നാണ് അത്തരത്തിലുള്ള ഒരു വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അത് ഏത് മേഖലയിലും ആവാം. നമ്മൾക്ക് നിലനിൽക്കുന്ന ഇപ്പോൾ ഒരു പിയർ ഗ്രൂപ്പിന്റെ സംഘമാണെങ്കിൽ പോലും അതിനകത്ത് എന്ത് വരുന്നുണ്ട്, വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ആ അടുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്വഭാവ രൂപീകരണം നടക്കപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. അതോടൊപ്പം പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വൈകാരികമായിട്ടുള്ള അടുപ്പത്തിനോടൊപ്പം തന്നെ സ്നേഹം അല്ലെങ്കിൽ സംരക്ഷണം, പിന്തുണ, ഇത്തരത്തിലുള്ള ഇമോഷണൽ പരമായിട്ടുള്ള അല്ലെങ്കിൽ മാനസികപരമായിട്ടുള്ള എല്ലാ തലങ്ങളെയും ഫുൾഫിൽ ചെയ്യുന്നുണ്ട്, പ്രൈമറി ഗ്രൂപ്പ് ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു വ്യക്തിയുടെ മാനസികവും സാമൂഹ്യപരമായിട്ടുള്ള സ്വാധീനം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മാനസികവും സാമൂഹ്യപരവുമായിട്ടുള്ള എല്ലാ പിന്തുണകളും നൽകാൻ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വ്യക്തിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ എന്ത് ആവശ്യമാണ്, പ്രൈമറി ഗ്രൂപ്പുകൾ ആവശ്യമാണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതായത് CH2 പ്രൈമറി ഗ്രൂപ്പിനെ കുറിച്ച് പഠിച്ചതിന് ശേഷമാണ് പിന്നീടാണ് സെക്കൻഡറി ഗ്രൂപ്പ് എന്നതിനെ കുറിച്ച് അദ്ദേഹം അതിന് ശേഷമാണ് പ്രൈമറി ഗ്രൂപ്പ് അതിനെ കുറിച്ച് പരാമർശങ്ങളും പഠനങ്ങളും നടത്തിയതിനു ശേഷം പിന്നീടാണ് സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വരുന്നത്. അപ്പൊ അടുത്ത ഡിസ്കസ് ചെയ്യുന്നതാണ് സെക്കൻഡറി ഗ്രൂപ്പ്. സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും പ്രൈമറി ഗ്രൂപ്പിന്റെ ഓപ്പോസിറ്റ് തലത്തിൽ നിൽക്കുന്ന ഒരു ആശയമാണ് സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പ്രൈമറി ഗ്രൂപ്പിനകത്ത് നമ്മൾ പറഞ്ഞു ആളുകൾ തമ്മിൽ ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ് വരുന്നതിനെയാണ് എന്ത് പറയുന്നത്, പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ സെക്കൻഡറിയിൽ അങ്ങനെ ആവണമെന്നില്ല, ആളുകൾ തമ്മിൽ ഒരു ഡയറക്റ്റ് റിലേഷൻ ഉണ്ടായിരിക്കണമെന്നില്ല. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള റിലേഷൻ വരുന്നതിനേക്ക് എന്ത് വിളിക്കാം, സെക്കൻഡറി ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. അതായത് ആളുകൾ തമ്മിൽ നേരിട്ട് കാണണമെന്നില്ല, ആളുകൾ തമ്മിലുള്ള നേരിട്ടുള്ള അടുപ്പം ഉണ്ടാവണമെന്നില്ല, പരസ്പരം അറിയണമെന്ന് പോലും ഇല്ല. പക്ഷെ എന്തുകൊണ്ടാണ്, ഒരു വിദൂര സ്ഥലത്ത് നിന്നുകൊണ്ട് ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയെല്ലാം അല്ലെങ്കിൽ അവരുടെ ഒരു സംഘത്തെയെല്ലാം നമുക്ക് എന്ത് വിളിക്കാം, സെക്കൻഡറി ഗ്രൂപ്പ് എന്നാണ് പൊതുവിൽ വിളിക്കാവുന്നത്. അപ്പൊ ഇതിലെ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും പ്രൈമറി ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കുന്ന സവിശേഷതകൾ ഒന്നും തന്നെ എന്തിലുണ്ടായിരിക്കില്ല, സെക്കൻഡറി ഗ്രൂപ്പിനകത്ത് ഉണ്ടായിരിക്കില്ല. അതായത് ഇമോഷണൽ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്
കുറവായിരിക്കും. ആളുകൾ നേരിട്ട് കാണുകയോ ബന്ധപ്പെടുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ മ്യൂച്വൽ അവയർനെസ് എന്ന് പറയുന്ന ഒരു ഘടകവും എന്തിലുണ്ടായിരിക്കില്ല, സെക്കൻഡറി ഗ്രൂപ്പിനകത്ത് ഉണ്ടായിരിക്കും. ഇതിന് പ്രധാനമായിട്ട് പറയുന്ന സവിശേഷതകൾ എന്ന് പറയുന്നത്, സെക്കൻഡറി ഗ്രൂപ്പിനകത്ത് എന്ന് പറയുന്നത് എന്താണ്, മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഇമ്പോസിബിൾ ആയിട്ട്, അതായത് ആളുകൾക്ക് പരസ്പരം അറിയണമെന്ന് യാതൊരു ധാരണയും ഇല്ല, അല്ലെങ്കിൽ അത് യാതൊരു നിബന്ധനയും ഇല്ല. അതോടൊപ്പം തന്നെ സെക്കൻഡറി ഗ്രൂപ്പിനകത്തുള്ള റിലേഷൻഷിപ്സുകൾ പൊതുവെ എന്തായിരിക്കും, ഫോർമൽ ആയിരിക്കും. അതായത് വളരെ ഔദ്യോഗികമായി വരുന്ന സംഭാഷണങ്ങളും അല്ലെങ്കിൽ അത്തരത്തിൽ ഔദ്യോഗികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഫോം ചെയ്യപ്പെടുന്നതിനെല്ലാം നമുക്ക് എന്ത് വിളിക്കാം, സെക്കൻഡറി എന്ന് പറയും. അതായത് ആളുകൾക്കിടയിൽ പ്രത്യേകപരമായിട്ടുള്ള ഒരു വൈകാരിക അടുപ്പമോ അല്ലെങ്കിൽ എന്താണ് ഒരു ഇന്റിമസി ഒന്നും തന്നെ സെക്കൻഡറി ഗ്രൂപ്പിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് വളരെ ഫോർമൽ ആയിട്ടുള്ള ഒരു ബന്ധമായിരിക്കും എന്ത്, അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ ഒരു ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, വളരെ ഫോർമൽ ആയിരിക്കും എന്നുള്ളതാണ് സെക്കൻഡറി ഗ്രൂപ്പിന്റെ ഒന്നാമത്തെ സവിശേഷത. രണ്ടാമത് പറയുന്നത് വോളണ്ടറി മെമ്പർഷിപ്പ് ആണ്. അതായത് നമുക്ക് എന്താണ് ഓപ്ഷണൽ ആയിട്ട് വരുന്ന ഘടകങ്ങൾ ഇതിലുണ്ടാവും, സെക്കൻഡറി ഗ്രൂപ്പിനകത്ത് ഉണ്ടാവും. അതായത് ആളുകൾക്ക് നമുക്ക് വേണമെങ്കിൽ പാർട്ടിസിപ്പന്റ് ആയാൽ മതി. അതായത് നമുക്ക് ഇതിനകത്ത് ഈ ഗ്രൂപ്പ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷനിലാണ്. നമുക്ക് വേറൊരാളെ റീപ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും, അല്ലെങ്കിൽ വളരെ ഓപ്ഷനിലാണ്. അതിന് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു സംഘത്തിനകത്ത് പെർട്ടിക്കുലർ ഏത് സംഘമാണെങ്കിലും സെക്കൻഡറി ഗ്രൂപ്പിനകത്ത് നമുക്ക് ഓപ്ഷനായിട്ട് മാത്രം അതിന് മെമ്പർഷിപ്പ് എടുത്താൽ മതിയാവും. അടുത്തെന്ന് പറയുന്നത് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് എന്നുള്ളതാണ്. അപ്പോൾ സെക്കൻഡറിന്റെ അകത്ത് വരുന്ന എന്താണ്, സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റുകളുടെ അനുസരിച്ച് ഇപ്പോൾ മ്യൂസിക് ബാൻഡ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് വരുന്ന ആളുകൾ തമ്മിൽ എന്താണ്, അതായത് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഇൻട്രസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രം രൂപീകരിക്കപ്പെടുന്ന ഗ്രൂപ്പുകളാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിനെ കുറച്ചുകൂടി വ്യക്തമാക്കുവാണെങ്കിൽ, ഈ പോയിന്റ് കുറച്ചുകൂടി വ്യക്തമാക്കി പറയുന്നത് ഒരു ഗ്രൂപ്പ് കൈൻഡ് ഓഫ് സ്പെസിഫിക് ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. ഒരു അവർ ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിൽ വരുന്ന ഗ്രൂപ്പുകളെല്ലാം നമുക്ക് ഇതിനകത്ത് സെക്കൻഡറി ഗ്രൂപ്പിനകത്തുനിന്ന് പറയാം. അതായത് ഉദാഹരണം ടീച്ചേഴ്സ്, അധ്യാപക സംഘം അല്ലെങ്കിൽ അധ്യാപകർ എന്ന് പറയുന്ന സമയത്ത് അവരുടെ തൊഴിലിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഗ്രൂപ്പാണ്. അതിനകത്തുള്ള ആളുകൾ തമ്മിൽ പരസ്പരം ബന്ധമൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ അവരുടെ ഈ നമ്മൾ പറയുന്ന ടീച്ചേഴ്സ് അസോസിയേഷനൊക്കെ നിലനിൽക്കുന്ന എന്തിനാണ്, സ്വാഭാവികമായിട്ടും ടീച്ചേഴ്സ് അധ്യാപക ഉദ്യോഗത്തിൽ നിലനിൽക്കുന്നതുകൊണ്ട് അതിന്റെ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ടുള്ളതാണ് അസോസിയേഷനുകൾ. അപ്പോൾ അതിനകത്തുള്ള ആളുകൾ തമ്മിൽ എന്തുണ്ടാവണമെന്നില്ല, പരസ്പരം പരിചയമോ അല്ലെങ്കിൽ പരസ്പരം വൈകാരികമായിട്ടുള്ള അടുപ്പമോ യാതൊന്നും ഉണ്ടാവണമെന്നില്ല. പരിചയവും ഉണ്ടാവണമെന്നില്ല, അടുപ്പവും ഉണ്ടാവുകയില്ല. പക്ഷെ സ്വാഭാവികമായിട്ട് എന്താണ്, അതൊരു കോമൺ ഇൻട്രസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഘടകങ്ങൾ. അത്തരത്തിലാണ് നമ്മുടെ തൊഴിൽപരമായിട്ട് വരുന്ന സംഘടനകളെല്ലാം എന്താണ്, സ്പെഷ്യൽ ഇൻട്രസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ വരുന്നതാണ്. അതിനകത്തുള്ള ആളുകൾ തമ്മിൽ പരിചയമോ അല്ലെങ്കിൽ അടുപ്പമോ അല്ലെങ്കിൽ ഒരു ക്ലോസ്നെസ് എന്ന് പറയുന്ന ഒരു രീതിയോ അല്ലെങ്കിൽ പ്രോക്സിമിറ്റി ഒന്നും തന്നെ കൂടുതലായിരിക്കില്ല. അത് അതിന്റെ പ്രത്യേകമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ടതാണ്. അത് വളരെ ഫോർമൽ ആയിട്ട് നിലനിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പും ആയിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുക. അതാണ് നമ്മൾ ഈ പറഞ്ഞ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന പോയിന്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ അതിന്റെ മറ്റൊരു സവിശേഷതയായിട്ട് എടുക്കുന്നത് ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ആളുകൾ തമ്മിൽ ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ് ഇതിൽ ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, സ്വാഭാവികമായിട്ട് വ്യക്തികൾ തമ്മിൽ നേരിട്ട് കാണണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സോഷ്യൽ മീഡിയാസ് വഴി നടക്കുന്ന സൗഹൃദങ്ങളൊക്കെ അതൊക്കെ സെക്കൻഡറി ഇതിലാണ്. അതായത് നമ്മൾ അകത്തുണ്ടാവുന്ന വ്യക്തികളെ നമ്മൾ നേരിട്ട് കാണുന്നില്ല, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. എന്താണ്, ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്സോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അവരെ കാണുകയോ അത്തരത്തിലുള്ള ഒരു യാതൊരു തരത്തിലുള്ള ഒരു ഫേസ് ടു ഫേസ് റിലേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അവർ ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത് അത് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിന്റെ സൈസാണ്. അതായത് ലാർജർ ആയിട്ടുള്ള ഒരു സൈസ് ആയിരിക്കും. പ്രൈമറി ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞു ഏറ്റവും വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രം അടങ്ങുന്നതായിരിക്കും നമ്മുടെ ഏറ്റവും ക്ലോസ്ഡ് ആയിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത്. പക്ഷെ സെക്കൻഡറിയിൽ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അങ്ങനെയല്ല. അതിന്റെ സൈസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് അല്ല, അൺലിമിറ്റഡ് ആയിട്ട് ഒരു സൈസ് ആണെങ്കിൽ ലാർജർ സൈസിലാണ് അത് ഉണ്ടായിരിക്കുക സെക്കൻഡറി ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കുക. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ തൊഴിൽ മേഖലയിൽ ഏത് അസോസിയേഷൻസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പൊതുവായിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലുള്ള എത്ര അംഗങ്ങളുണ്ടാവും, അതിനകത്ത് ഇപ്പോൾ കേരള അസോസിയേഷനിലാണ്, കേരള അധ്യാപക അസോസിയേഷൻ അല്ലെങ്കിൽ ടീച്ചേഴ്സ് അസോസിയേഷൻ ആണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ എത്ര അധ്യാപകരുണ്ടാവും, അവർക്കെല്ലാവർക്കും പരസ്പരം അറിയണമെന്ന് പോലും ഉണ്ടാവില്ല. അപ്പൊ അതിനകത്ത് എന്താണ് പറയുന്നത്, അതിന് ലാർജർ സൈസിലായിരിക്കും ആ ഒരു സംഘം നിലനിൽക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഓരോ സംഘങ്ങളും സെക്കൻഡറി ഗ്രൂപ്പിലെ എല്ലാ സംഘങ്ങളും വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് വിദ്യാർത്ഥി സംഘടനകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് വരുന്ന സംഘടനയ്ക്കകത്ത് വരുന്ന വ്യക്തികളെ എല്ലാവർക്കും പരിചയം ഉണ്ടാവണമെന്നില്ല, അല്ലെ? ഒരു മൊത്തത്തിൽ അതിന്റെ ഒരു
ഇതിലെടുക്കുന്ന സമയത്ത് അതിന് സെക്കൻഡറി ഗ്രൂപ്പാണ് അത്. അപ്പൊ അതിനെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത് നേരിട്ട് കാണുന്ന ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലല്ല പറയുന്നത്. നമ്മളൊരു വിദ്യാർത്ഥി സംഘടനകൾ എന്ന് പറഞ്ഞ് പെർട്ടിക്കുലർലി നമ്മൾ കോമൺ ആയിട്ട് മൊത്തത്തിൽ എടുക്കുന്ന സമയത്ത് അതിനകത്ത് വരുന്ന ആളുകൾക്ക് അതിനകത്ത് വരുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ പരസ്പരം പരസ്പരമുള്ള അടുപ്പമോ അല്ലെങ്കിൽ പരിചയ സമത്വം ഒന്നും തന്നെ ഉണ്ടാവില്ല. ആ ഒരു അർത്ഥത്തിലാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. അടുത്ത പറയുന്നത് നമ്മുടെ ആളുകൾക്ക് എന്താണ് നേരിട്ടുള്ളൊരു കോണ്ടാക്ട് വരുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ആളുകൾക്കിടയിൽ എന്താണ് ഒരു അടുപ്പം വരുന്നില്ല. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് എന്താണ് ഒരു അതിർത്തി കൃത്യമായിട്ടുള്ള ഒരു അതിർത്തി നിർണയിച്ചുകൊണ്ടുള്ള സൗഹൃദമൊന്നും ആയിരിക്കില്ല ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ എന്താണ് സ്വാഭാവികമായിട്ടും എന്താണ് നമ്മൾ വിദൂര സ്ഥലങ്ങളിലുള്ള ആളുകളായിട്ട് വരെ നമുക്ക് ഇവിടെ ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വ്യക്തിപരമായ ആശയങ്ങൾ കൈമാറാം. അത്തരത്തിലുള്ള ഘടകങ്ങൾ ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെ ആളുകൾക്കിടയിൽ എന്തുണ്ടായിരിക്കില്ല, ഒരു പ്രോക്സിമിറ്റി എന്ന് പറയുന്നത് ഉണ്ടായിരിക്കില്ല. അതിന് കൃത്യമായിട്ടുള്ള ഒരു അതിർവരമ്പുകൾ ഇല്ലാത്തൊരു ഗ്രൂപ്പ് ആണ് സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പിന്നീട് പറയുന്നത് എന്താണ്, ഫോർമൽ ആൻഡ് ഓർഗനൈസ്ഡ് സ്ട്രക്ചർ. അതായത് വളരെ കൃത്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഔദ്യോഗികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സംഘങ്ങളെയൊക്കെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. അപ്പം ഫോർമൽ ആൻഡ് ഓർഗനൈസ്ഡ് എന്ന് പറയുന്നത് എന്താണ്, ഔദ്യോഗികപരമായിട്ടും കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള സംഘങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാവും, അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫോർമലായിട്ടും ആളുകൾ തമ്മിലുള്ള സംസാരിക്കുന്നതും അല്ലെങ്കിൽ ആളുകൾ പെരുമാറുന്നതും എല്ലാം അത്തരത്തിലുള്ള ഘടകങ്ങളും ഇതിൽ ഉൾപ്പെടാം, സെക്കൻഡറി ഗ്രൂപ്പിനകത്ത് ഉൾപ്പെടാമെന്നുള്ളത്. പിന്നീട് നമ്മൾ പറയുന്നത് ഇതിനകത്തുള്ള ഈ കമ്മ്യൂണിക്കേഷൻ രീതി തന്നെയാണ് പറയുന്നത്. അതായത് സെക്കൻഡറി ഗ്രൂപ്പിനകത്തുള്ള ആളുകൾക്കിടയിലുള്ള ബന്ധം എന്ന് പറയുന്നത് ടെമ്പററി ആയിരിക്കാം, ലോങ് ടേമിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതെന്താണ്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. അതോടൊപ്പം തന്നെ അത് ടെമ്പററി ആയിരിക്കും. അതായത് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു നേച്ചറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം രൂപീകരിക്കപ്പെടുന്നതിനെ അതുകൊണ്ട് തന്നെ അതിലെ ആ ഗ്രൂപ്പിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും താൽക്കാലികമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ അടുപ്പം നിലനിൽക്കാത്തത് കൊണ്ട് തന്നെ എന്താണ്, സ്വാഭാവികമായിട്ടും അതൊരു താൽക്കാലികമായിട്ട് നിലനിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഏത്, സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ സെക്കൻഡറി ഗ്രൂപ്പിന്റെ ആവശ്യകത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ഒന്ന്, ആളുകളുടെ നമ്മൾ നേരത്തെ പറഞ്ഞു ആളുകളുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ എന്ത് സഹായിക്കുന്നുണ്ട്, സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് സഹായിക്കുന്നത്. അതായത് നമുക്കറിയാം നമ്മുടെ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ലിമിറ്റഡ് സൈസ് ആണ്. അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്ക്സ് കൂടുതലാകുമ്പോൾ മാത്രമേ എന്തായിരിക്കും ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളും അല്ലെങ്കിൽ സ്വപ്നങ്ങളും മറ്റുമൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് സാധ്യമാവുള്ളൂ. അതുകൊണ്ടാണ് എന്താണ് ഒന്നാമത് പറയുന്നത് സെക്കൻഡറി ഗ്രൂപ്പുകൾ എന്തിനു സഹായിക്കുന്നത്, സോഷ്യൽ നെറ്റ്വർക്കിലേക്ക് നമ്മളെ സഹായിക്കുന്നുണ്ട്. സോഷ്യൽ നെറ്റ്വർക്ക്സ് പറയുന്നത് ആളുകളുമായിട്ട് കൂടുതൽ അടുക്കുന്നതിനും അതോടൊപ്പം എന്താണ് നമ്മളുടെ ഇൻട്രസ്റ്റുകളെ കുറിച്ച് കൂടുതൽ അറിവുണ്ടാക്കുന്നതിനും നമ്മൾ എന്ത് സഹായിക്കുന്നുണ്ട്, സെക്കൻഡറി ഗ്രൂപ്പുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ബിസിനസ് അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു ആർട്ട് ഫോം ആയിരിക്കാം, അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയണം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അതിൽ നമ്മളുടെ സ്കിൽ കൂടുതൽ ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രൈമറി ഗ്രൂപ്പിൽ മാത്രം ഒതുക്കാനും നമുക്ക് പോരാ. കാരണം എന്ത് ചെയ്യണം, നമ്മൾക്ക് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സർക്കിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ലാർജർ ആയിട്ടുള്ള സർക്കിളിലേക്ക് കിടന്നാൽ മാത്രമേ നമുക്ക് എന്ത് സാധിക്കുള്ളൂ, അതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേഷൻസ് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് സഹായിക്കുന്നുണ്ട്, സെക്കൻഡറി ഗ്രൂപ്പുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതിൻ്റെ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, നമുക്ക് കൂടുതൽ നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാനും അവസരങ്ങൾ തേടി സമൂഹത്തിലേക്ക് ഇറങ്ങാനും നമ്മളെ എന്ത് സഹായിക്കുന്നുണ്ട്, സെക്കൻഡറി ഗ്രൂപ്പുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും ഇന്നത്തെ കാലത്ത് സെക്കൻഡറി ഗ്രൂപ്പുകളാണ് കൂടുതലായിട്ട് എന്താണ് റെലവെന്റ് ആയിട്ട് നിൽക്കുന്നത്. പ്രൈമറി ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ സെക്കൻഡറി ഗ്രൂപ്പുകളുടെ റോൾ ഇന്ന് കാലത്ത് വളരെ കൂടുതലാണ്. പ്രധാനമായിട്ടും നമ്മൾ ഈ പറയുന്ന ആളുകൾക്കിടയിൽ ഉണ്ടാവുന്ന എന്താണ് കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ മീഡിയാസ് വഴിയുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് എന്താണ് നമുക്ക് കൂടുതൽ അപ്ഡേഷൻസ് കിട്ടുന്നുണ്ട്. നമ്മൾക്ക് നമ്മുടെ താല്പര്യങ്ങളെയും നമ്മളുടെ കരിയർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെന്റിനെയൊക്കെ സഹായിക്കുന്നുണ്ട് സെക്കൻഡറി ഗ്രൂപ്പുകൾ സഹായിക്കുന്നത്. അതായത് ആളുകൾ തമ്മിൽ നേരിട്ട് പരിചയം ഉണ്ടാവണമെന്നോ അറിയണമെന്നോ അടുപ്പം ഉണ്ടാവണമെന്നോ യാതൊരു നിർബന്ധമൊന്നുമില്ല. പകരം എന്തുകൊണ്ട്, വ്യക്തികളുടെ വികസനത്തിന്, വ്യക്തിത്വ വികസനത്തിന് അല്ലെങ്കിൽ വ്യക്തികളുടെ സ്കിൽ ഡെവലപ്മെന്റിന് മറ്റുമൊക്കെ എന്ത് സഹായിക്കുന്നുണ്ട്, സെക്കൻഡറി ഗ്രൂപ്പ് സഹായിക്കുന്നുണ്ട്. അപ്പൊ സമൂഹത്തിൽ സെക്കൻഡറി ഗ്രൂപ്പിന്റെ പങ്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു വ്യക്തിയുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും എന്ത് സഹായിക്കുന്നുണ്ട്, സെക്കൻഡറി ഗ്രൂപ്പുകൾ സഹായിക്കുന്നുണ്ട്.
ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഈ പ്രൈമറി ഗ്രൂപ്പും സെക്കൻഡറി ഗ്രൂപ്പും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ്. അതിൽ ഒന്നാമതെന്ന് പറയുന്നത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണ്. ഒന്നാമത് പറയുന്നത് എന്താണ്, പ്രൈമറി റിലേഷനിൽ നമ്മൾ എന്താണ് പറഞ്ഞത്, ആളുകൾ തമ്മിൽ ഫേസ് ടു ഫേസ് റിലേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. സെക്കൻഡറിയിൽ വരുന്ന സമയത്ത് എന്താണ്, ആളുകൾ തമ്മിലുള്ള ഇന്റിമസി കുറവാണ്, അതോടൊപ്പം തന്നെ ഫേസ് ടു ഫേസ് റിലേഷൻ ഉണ്ടെങ്കിൽ ഉണ്ടാവാതിരിക്കാം. എന്തെങ്കിലും പോലും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന സമയത്ത് അത് വരാം. പക്ഷെ എന്നാൽ പോലും ആളുകൾക്കിടയിൽ പ്രത്യേകമായിട്ടൊരു കമ്മിറ്റ്മെന്റ് ഒന്നും എന്തിലും കാണില്ല, സെക്കൻഡറി ഗ്രൂപ്പിനകത്ത് കാണില്ല. രണ്ടാമത് പറയുന്നത് പ്രൈമറി ഗ്രൂപ്പിനകത്ത് എന്താണ്, ഒരു കമ്പാനിയൻഷിപ്പ് എന്ന് പറയുന്നത് നിലനിൽക്കുന്നു. അതായത് ആളുകൾക്കിടയിൽ എന്തുണ്ട്, ഒരു ഇന്റിമസി അല്ലെങ്കിൽ ഒരുമിച്ച് ഡീ ഫീലിംഗ് എന്ന് പറയുന്ന ഘടകം എന്തിലുണ്ടാവും, പ്രൈമറി ഗ്രൂപ്പിനകത്ത് ഉണ്ടാവും. സെക്കൻഡറി ഗ്രൂപ്പിനകത്ത് ഇന്റിമസീസ് കുറവായിരിക്കും, ആളുകൾക്കിടയിലുള്ള ഒരു ഡീ ഫീലിംഗ് എന്ന് പറയുന്ന ഒരു ഘടകം ഉണ്ടായിരിക്കില്ല. മൂന്നാമതായിട്ട് പറയുന്നത് എന്താണ്, അതിന്റെ സൈസ് ആണ്. അതായത് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ലിമിറ്റഡ് സൈസ് ആണ്, സ്മാളർ സൈസിലായിരിക്കും നിലനിൽക്കുന്നത്. സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ലാർജർ സൈസിലാണ് നിലനിൽക്കുന്നത്. അതായത് സോഷ്യൽ കണക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വിപുലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ എന്തുണ്ടാവും, അതിന്റെ സൈസ് എന്ന് പറയുന്നത് ലാർജർ ആയിരിക്കും. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ പ്രൈമറി ഗ്രൂപ്പിനകത്ത് ആളുകൾക്ക് പറയുന്നത് കൃത്യമായിട്ടൊരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഫേസ് ടു ഫേസ് റിലേഷൻ ആണ് ഈ പ്രൈമറി ഗ്രൂപ്പിനകത്ത് വരിക. അപ്പോൾ നമുക്ക് പരിചയമുള്ള ആളുകൾ, പരിചയമുള്ള സ്ഥലത്തെ ആളുകൾ എന്നതാണ് പ്രൈമറി ഗ്രൂപ്പിനകത്ത് വരിക. പക്ഷെ നമ്മളുടെ സെക്കൻഡറിക്കകത്ത് വരുന്നത് എന്താണ്, നമുക്ക് ഈ സോഷ്യൽ നെറ്റ്വർക്ക്സ് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾക്കിടയിൽ കൃത്യമായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ജോഗ്രഫിക്കൽ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് നിർണ്ണയിക്കാനായിട്ട് ഇതിൽ സാധിക്കില്ല. അപ്പൊ സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതിന്റെ കണക്ഷൻ അല്ലെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്ക്സ് വളരെയധികം വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ്. അടുത്തായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആളുകൾക്കിടയിലുള്ള ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ വെൽഫെയർ. അതായത് പ്രൈമറി ഗ്രൂപ്പിനകത്ത് ഓരോ അംഗത്തിന്റെയും വെൽഫെയറും അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഇൻട്രസ്റ്റും എന്താണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതേസമയം അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കും. പക്ഷെ സെക്കൻഡറി ഗ്രൂപ്പിനകത്ത് വളരെ ഫോർമൽ ആയിട്ടുള്ള ഘടകങ്ങളും പ്രൊസീജിയേഴ്സും ആണ് അവിടെ നിലനിൽക്കുക. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് ഇതിനകത്ത് പ്രൈമറി ഗ്രൂപ്പിനകത്തുള്ള ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ എന്താണ് ഇൻഫോർമൽ ആയിട്ടുള്ള റൂൾസ് ആയിരിക്കും നിലനിൽക്കുക. അതായത് റൂൾസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഫ്രണ്ട്ഷിപ്പിനകത്ത് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളൊന്നും പറഞ്ഞുകൊണ്ടല്ല നമ്മൾ സൗഹൃദങ്ങൾ രൂപീകരിക്കുന്നത്. നമ്മൾ ഇതിനകത്തുള്ള നമ്മൾ ഇങ്ങനെ പെരുമാറണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡങ്ങളും നിയമങ്ങളും അനുസരിച്ചൊന്നും അല്ല സൗഹൃദങ്ങൾ ഇൻഫോർമൽ ആയിട്ടുള്ള റിലേഷൻ ആണ് പ്രൈമറിയിൽ ഉണ്ടാവുക. അതായത് ഒരു റെഗുലേഷൻസോ അല്ലെങ്കിൽ എന്താണ് ഫോർമൽ ആയിട്ടുള്ള ഒരു പ്രൊസീജിയേഴ്സോ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന രീതികളാണെങ്കിൽ പോലും അഭിസംബോധന ചെയ്യുന്ന രീതികളാണെങ്കിൽ പോലും ഒന്നും തന്നെ എന്താണ് ഒരു ഫോർമൽ ആയിട്ടുള്ള രീതിയൊന്നും അല്ല, ഇൻഫോർമൽ ആയിട്ടുള്ള രീതിയിലാണ്. നമ്മളൊരു സൗഹൃദമാണെങ്കിലും ഒരു ഏത് തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പർ പ്രൈമറി ഗ്രൂപ്പിനകത്ത് ബന്ധം വരുവാണെങ്കിലും അതിനകത്തുള്ള ആളുകളുടെ സംസാര രീതി എന്ന് പറയുന്നത് ഇൻഫോർമൽ ആണ്. അതായത് ഉദാഹരണം സാർ എന്നൊന്നും പറഞ്ഞൊന്നും അല്ല നമ്മൾ അവരുടെ സുഹൃത്തുക്കളെ വിളിക്കുന്നത്. അപ്പൊ അതൊരു വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള വളരെ കാഷ്വൽ ആയിട്ടുള്ളതും ജോക്കിംഗ് ആയിട്ടുള്ള തരത്തിലുള്ള കാര്യങ്ങളുമല്ല നമ്മൾ സംസാരിച്ചു കൊണ്ടുള്ള ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ഘടകം എന്തിനുണ്ടാവും, പ്രൈമറിയിൽ ഉണ്ടാവും. അതോടൊപ്പം തന്നെ അതിൽ നമ്മളൊരു സൗഹൃദമാകുമ്പോൾ അതിനകത്ത് നമ്മൾ പറയാതെ പറയുന്ന നിയമങ്ങളും എന്തിലുണ്ടാവും, പ്രൈമറി ഗ്രൂപ്പിനകത്ത് ഉണ്ടാവും. സെക്കൻഡറി എന്ന് പറയുന്നത് തീർത്തും ഫോർമൽ ആണ്. അവിടെയുള്ള പെരുമാറ്റ രീതി എന്ന് പറയുന്നത് വളരെ റെസ്ട്രിക്റ്റഡ് എന്നല്ല, കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നതും കൃത്യമായിട്ട് നമ്മൾ ചില മൂല്യങ്ങളും മാനദണ്ഡങ്ങളും എല്ലാം വെച്ച് പുലർത്തുന്നതുമായിരിക്കും സെക്കൻഡറി എന്ന് പറയുന്നത്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും എന്താണ് ഒരു ഫോർമൽ പ്രൊസീജിയറിലൂടെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻസ് ആയിരിക്കും സെക്കൻഡറി ഗ്രൂപ്പിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യുന്ന അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആണ് ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ്. ഓക്കെ, ഇൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഉൾപ്പെടുന്ന ഒരു സർക്കിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഉദാഹരണം ഒരു ക്ലാസ്, ഒരു സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ഡിവിഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഡിഫറെന്റ് സ്ട്രീം പഠിക്കുന്ന കുട്ടികളുണ്ടാകുമ്പോൾ ആർട്സ് പഠിക്കുന്ന കോളേജിനകത്താണെങ്കിൽ ആർട്സ് പഠിക്കുന്നത് തന്നെ പല ഡിപ്പാർട്ട്മെന്റുകളുണ്ടാവും. അതുപോലെ ഓരോ സ്ട്രീമുകൾ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പോൾ ആർട്സ് കാരണം സയൻസ് ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള സ്ട്രീമിന്റെ അടിസ്ഥാനത്തിൽ ഡിഫറെന്റ് ബാച്ച്. ഇതിനകത്ത് തന്നെ എന്തുണ്ടാവും, അപ്പൊ നമ്മൾ ആർട്സ് എന്നുള്ള സ്ട്രീമിനെയും സയൻസ് എന്ന സ്ട്രീമിനെ എടുക്കുന്ന സമയത്ത് ആർട്സുകാർക്ക് ഉണ്ടാകുന്നത് എന്താണ്, ആർട്സുകാരെ മൊത്തത്തിൽ നമുക്ക് എന്ന് വിളിക്കാം ഇൻ ഗ്രൂപ്പ് എന്ന് പറയും. ആർട്സുകാരെ സംബന്ധിച്ചിടത്തോളം സയൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്, മറ്റൊരു തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പൊ അത് അവർ നോക്കിക്കാണുന്നത് എന്താണ്, ഒരു ഔട്ട് ഗ്രൂപ്പ്, തങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള തങ്ങളുടെ ഗ്രൂപ്പിൽ ഉൾപ്പെടാത്തതിന്റെ ഔട്ട് ഗ്രൂപ്പ് എന്ന രീതിയിലാണ് നോക്കിക്കാണുന്നത്. അപ്പൊ ഇതേ സാധനം ഇൻ ഗ്രൂപ്പ് ആയിട്ടുള്ള ആർട്സിനകത്ത് നമ്മൾ ആർട്സിനകത്തുള്ള ആർട്സ് വിഷയങ്ങൾ
പഠിക്കുന്നത് തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിന്റെ അകത്ത് നിന്ന് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും സബ്ജക്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ BA സോഷ്യോളജി എന്ന രീതിയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ BA സോഷ്യോളജിക്ക് അകത്തുള്ള സ്റ്റുഡൻസ് എന്താണ് അവർക്കകത്തുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇൻ ഗ്രൂപ്പാണ്. മറ്റ് വിഷയങ്ങൾ പഠിക്കുന്ന അതായത് ആർട്സ് വിഷയത്തിനകത്ത് തന്നെ മറ്റ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെന്താണ് ഔട്ട് ഗ്രൂപ്പാണ്. അപ്പോൾ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ട് നമ്മൾ ഉൾപ്പെടുന്ന ഒരു വ്യക്തി ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണോ അതിനെ ഇൻ ഗ്രൂപ്പ് എന്നും ആ വ്യക്തിക്ക് പുറമെ നിൽക്കുന്ന ഗ്രൂപ്പിനെ അദ്ദേഹം നോക്കിക്കാണുന്നത് ഔട്ട് ഗ്രൂപ്പ് എന്നുള്ള നിലയ്ക്കുമാണ്. അപ്പൊ ഇൻ ഗ്രൂപ്പിനകത്താണ് ബി ഫീലിംഗ് എന്ന് പറയുന്ന ഒരു ഘടകം ഉണ്ടായിരിക്കും. ഔട്ട് ഗ്രൂപ്പിനോട് നമുക്ക് എപ്പോഴും എന്താണ് ഒരു കോമ്പറ്റീഷൻ മെന്റാലിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കും. അതായത് അതേഴ്സ് എന്നൊരു ഫീലിംഗ് ആണ് ഔട്ട് ഗ്രൂപ്പിനകത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളത് പറയുന്നത്. അതായത് ഒരു വ്യക്തി ഉൾപ്പെടുന്ന സർക്കിൾ ഏതാണോ ആ സർക്കിളിനകത്ത് വ്യക്തിക്ക് ഉണ്ടാവുന്ന എന്താണ് ബി ഫീലിംഗ്, എന്റെ സംഘം അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്നത് എന്റേത്. നമ്മള് ക്ലാസ്സിനെ പോലെ നമ്മൾ എടുക്കുന്നത് അല്ലെങ്കിൽ സൗഹൃദത്തെ പോലെ എടുക്കുന്നതാണ് അത് എന്റെ, ഞാൻ ഉൾപ്പെടുന്നത് കൊണ്ട് അത് എന്റെ എന്നുള്ളൊരു ഫീലിംഗിലായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ ഇൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഉൾപ്പെടുന്ന ഗ്യാങ്ങിൽ നിന്നുകൊണ്ട് നമ്മൾ മറ്റൊന്നിനെ നോക്കുമ്പോൾ മറ്റൊരു സംഘത്തെ നോക്കുമ്പോൾ അത് ആ നോക്കുന്ന സംഘം ഏതാണോ അതിനെ ഔട്ട് ഗ്രൂപ്പ് എന്ന് വിളിക്കും. അപ്പൊ അതിനോട് നമുക്ക് തോന്നുന്നത് എന്താണ് കോമ്പറ്റീഷൻ മെന്റാലിറ്റിയാണ്. അതായത് അല്ലെങ്കിൽ എന്താണ് അതേഴ്സ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ആണ്. മറ്റുള്ളവർ അല്ലെങ്കിൽ നമ്മളല്ല അല്ലെങ്കിൽ മറ്റേത് എന്ന് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ന് പറയുന്ന ഒരു രീതിയിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ എന്താണ് മറ്റുള്ളത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഔട്ട് ഗ്രൂപ്പിനെ നോക്കിക്കാണുന്നത്. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ ക്ലാസിഫിക്കേഷനിൽ പഠിക്കുന്ന ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഒന്ന് പ്രൈമറി ഗ്രൂപ്പ്, സെക്കൻഡറി ഗ്രൂപ്പ്. അതിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ചാൾസ് ഹോട്ടൽ ടൂലെ. അദ്ദേഹത്തിന്റെ സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ഈ രണ്ട് കോൺസെപ്റ്റുകൾ മുന്നോട്ട് വെക്കുന്നത്. പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്ത മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ് ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ്. പിന്നെ നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നതാണ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഗ്രൂപ്പ്സ്. ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത് സമമായിട്ടുള്ള, അതായത് ഏറ്റക്കുറിച്ചിലുകളൊന്നും ഇല്ലാതെ സമമായിട്ട് പോകുന്ന തരത്തിലുള്ള ഗ്രൂപ്പുകളെയാണ് ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത്. അതേപോലെ ഒരേ റാങ്കിലുള്ള ജീവനക്കാർ, അതൊക്കെ എന്താണ് ഹൊറിസോണ്ടൽ ഗ്രൂപ്പാണ്. അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അവിടുത്തെ ധാര എന്ന് പറയുന്നത് സമമായിട്ടുള്ള സ്ഥാനങ്ങളും പൊസിഷൻസും അല്ലെങ്കിൽ സ്റ്റാറ്റസ് പോലെ വഹിക്കുന്നവരെയാണ് നമ്മൾ വഹിക്കുന്ന അല്ലെങ്കിൽ ഒരേ ഘടനയിൽ വരുന്ന ആളുകളെ നമുക്ക് എന്ത് വിളിക്കാം ഹൊറിസോണ്ടൽ ഗ്രൂപ്പ് എന്ന് പറയാം. അത് കുറച്ചുകൂടി ഫോർമൽ ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരേ റാങ്കിൽ ഇരിക്കുന്ന ആളുകൾക്കിടയിൽ എന്തുണ്ടാവില്ല കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും അവർക്കിടയിൽ ഉണ്ടാകുന്ന റാങ്കും പൊസിഷനും എല്ലാം സെയിം ആയതുകൊണ്ട് തന്നെ അത് ഹൊറിസോണ്ടൽ ഗ്രൂപ്പിനകത്താണ് ഉൾപ്പെടുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മള് സ്റ്റുഡൻസ് എന്ന് പറയുന്നത്, അപ്പോൾ ആ സ്റ്റുഡൻസ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ അതിനകത്ത് പലതിലുണ്ട് അല്ലെ. ഇപ്പൊ സ്കൂൾ കാലഘട്ടങ്ങളിൽ വരുന്ന കുട്ടികളെയാണെങ്കിൽ നമ്മൾ അവരുടെ എല്ലാം നമ്മൾ ഒരു ക്ലാസ്സിൽ ഒരു സ്റ്റുഡൻസിന് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് 10th ലെവൽ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആണ്. എല്ലാവർക്കും ഒരേ സമപ്രായം അല്ലെങ്കിൽ എന്താണ് 10th എന്ന് പറയുന്ന ഒരു ഇതിൽ ഹൊറിസോണ്ടൽ എല്ലാത്തിലും ഏത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെയാണെങ്കിൽ നമ്മൾ ഒരൊറ്റ കാറ്റഗറീസിലാണ് നമ്മൾ ഉൾപ്പെടുന്നത്. അതാണ് ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കിടയിലുള്ള ഘടകങ്ങളെല്ലാം സെയിം ആയിരിക്കും. അടുത്ത വെർട്ടിക്കൽ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. വെർട്ടിക്കൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ സ്റ്റാറ്റസിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന രീതി ഗ്രൂപ്പുകളെയാണ് വെർട്ടിക്കൽ എന്ന് പറയുന്നത്. വെർട്ടിക്കൽ എന്ന് പറയുന്നത് ലംബമായിട്ടുള്ളതാണ്. അതായത് ലോവർ പൊസിഷൻ താഴെ നിന്ന് മേലേക്ക് പോകുന്ന രീതിയിൽ അല്ലെങ്കിൽ മേലെ നിന്ന് താഴേക്ക്, അതായത് കുത്തനെയുള്ള രീതിയിലുള്ള പൊസിഷൻ. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് വെർട്ടിക്കൽ എന്ന് പറയുന്നത് ഒരു ഹയറാർക്കി എന്തിലുണ്ടാവും ഈ ഗ്രൂപ്പിനകത്ത് ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മള് ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയാണ് പഠിക്കുന്നത്. അപ്പൊ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾ ആരാണ് പ്രിൻസിപ്പാൾ ആയിരിക്കും അല്ലെ. അത് തൊട്ട് താഴെയുള്ള റാങ്കിലുള്ള ആളാണ് വൈസ് പ്രിൻസിപ്പാൾ. പിന്നെ വരുന്ന അധ്യാപകർ, സീനിയർ ടീച്ചേഴ്സ് ഉണ്ടാവും, അതിനകത്ത് ജൂനിയർ ടീച്ചേഴ്സ്. അപ്പൊ അതിനകത്തൊരു ശ്രേണിയുണ്ട്. അപ്പൊ ഇതാണ് വെർട്ടിക്കൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ഉയർന്ന സ്ഥാനം വഹിക്കുന്ന ആൾക്ക് കീഴിലായിരിക്കും മറ്റുള്ളവർ. അപ്പൊ ഇവിടെ ഒരേ ഗ്രൂപ്പ് ആണെങ്കിൽ പോലും ആളുകൾക്കിടയിൽ എന്തുണ്ട് ഒരു കമാൻഡിങ് വരുന്നുണ്ട് അല്ലെ. ഏറ്റവും ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആൾ മറ്റുള്ളവർക്ക് എന്തുണ്ട് ഓർഡേഴ്സ് നൽകുന്നുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ നിയന്ത്രിക്കുകയും ഒക്കെ മറ്റു ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ആളുകൾക്കിടയിൽ എന്താണ് ഒരു ഡൊമിനൻസ് അല്ലെങ്കിൽ ഒരു ഹയറാർക്കി ഉണ്ടായിരിക്കും. അതായത് ഒരേ റാങ്ക് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇപ്പൊ പ്രിൻസിപ്പാൾസ് എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രിൻസിപ്പാൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ അവർ സെയിം ആണെങ്കിൽ പോലും നമ്മളൊരു പ്രത്യേകമായിട്ടുള്ള ഒരു കാറ്റഗറീസിൽ ഒരു വിദ്യാലയം എന്ന് പറയുന്നത് എടുക്കുന്ന സമയത്ത് അവിടെ വെർട്ടിക്കൽ ഗ്രൂപ്പാണ് ഉണ്ടാവുന്നത്. അതായത് ആ ഫോർമലിനകത്ത് തന്നെ എന്തുണ്ട് വെർട്ടിക്കൽ ഗ്രൂപ്പ്സ് ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഒരു സ്കൂളിനകത്ത് അധ്യാപകർ എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൾ ഉൾപ്പെടെ എന്താണ് അധ്യാപകരാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു അതിന്റെ സ്റ്റാറ്റസ് എടുക്കുന്ന സമയത്ത് അത് കൂടിയും കുറഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പൊ അത് സ്വാഭാവികമായിട്ട് എന്താണ് ഒരു ഹയറാർക്കി രൂപീകരിക്കുന്നത്. അപ്പൊ ഫോർമൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനകത്ത് എന്ത് വരുന്നുണ്ട് ഹൊറിസോണ്ടലും വരുന്നുണ്ട് വെർട്ടിക്കലും വരുന്നുണ്ട്. അപ്പൊ
ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത് സമമായിട്ടുള്ളതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരേ റാങ്ക് കൈകാര്യം ചെയ്യുന്ന ആളുകളെ എന്ന് വിളിക്കാം നമുക്ക് ഹൊറിസോണ്ടൽ ഗ്രൂപ്പ് എന്ന് പറയാം. അതേസമയം ഈ സ്റ്റാറ്റസ് ഹൈറാർക്കിയിൽ ഉൾപ്പെട്ടുകൊണ്ട് വ്യത്യസ്ത സ്റ്റാറ്റസ് അല്ലെങ്കിൽ പൊസിഷൻ കൈകാര്യം ചെയ്യുന്ന ഗ്രൂപ്പിനെ നമുക്ക് വിളിക്കാം വെർട്ടിക്കൽ ഗ്രൂപ്പ് എന്ന് വിളിക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടുന്ന മറ്റൊരു ഗ്രൂപ്പാണ് റഫറൻസ് ഗ്രൂപ്പ്. റഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം റഫറൻസ് എന്നുള്ള വാക്ക് തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് ഒരു വ്യക്തിയുടെ സ്വഭാവവും പെരുമാറ്റവും അല്ലെങ്കിൽ രീതിയും ജീവിത രീതിയും എല്ലാം മാറ്റുന്നതിന് വേണ്ടിയിട്ട് മറ്റൊന്നിനെ കോപ്പി ചെയ്യുന്ന അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതിയാണ് റഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സംഘം മറ്റൊരു സംഘത്തെ നോക്കിക്കൊണ്ട് അവരെ ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതി, അതായത് അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു ഗ്രൂപ്പിനെ കോപ്പി ചെയ്യുക അല്ലെങ്കിൽ റെഫർ ചെയ്യുന്നതിനെയൊക്കെയാണ് റഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതായത് മറ്റൊന്നിനെ നോക്കി ഓപ്പോസിറ്റിങ് അത് ഒരു പക്ഷെ സെൽഫ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടായിരിക്കാം. അപ്പൊ അത്തരത്തിൽ മറ്റൊന്നിനെ നോക്കിക്കൊണ്ട് അതായത് തന്റെ വ്യക്തിത്വത്തെ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് മെച്ചപ്പെടുത്തുന്ന അല്ലെങ്കിൽ കമ്പയർ ചെയ്യുന്ന ഒരു രീതിയാണ് റഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഒരു സംഘം അല്ലെങ്കിൽ ഒരു വ്യക്തി മറ്റൊരു ഗ്രൂപ്പിനെ നോക്കിക്കൊണ്ട് ആ മറ്റൊരു ഗ്രൂപ്പിന്റെ സ്പെഷ്യാലിറ്റി എന്താണോ അല്ലെങ്കിൽ സവിശേഷത എന്താണോ അതിനെ കോപ്പി ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ അതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതിയാണ് റഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തി ഒരുപക്ഷെ കൂടുതൽ അറിവ് ശേഖരിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഉദാഹരണത്തിന് ഡ്രസ് സെൻസ് ഉണ്ടാവാം. നമ്മൾ സ്വാഭാവികമായിട്ട് മറ്റൊരു വ്യക്തിയുടെ ഡ്രസ് സെൻസ് ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതനുസരിച്ച് ആ രീതിയിൽ ഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്, സംസാര രീതി എടുക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ അത്തരത്തിൽ നമ്മൾ കോപ്പി ചെയ്യുക അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യുക, മറ്റൊന്നിനെ നോക്കിക്കൊണ്ട് മറ്റൊരു സംഘത്തെ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റൊന്നിനെ നോക്കിക്കൊണ്ട് ഒരു വ്യക്തി സ്വന്തം ജീവിതത്തിലേക്ക് മെച്ചപ്പെടുത്തലുകൾ അല്ലെങ്കിൽ അതിനൊന്നുകൂടെ ഒന്ന് മോഡിഫിക്കേഷൻ നടത്തുന്നതിനെയാണ് എന്ത് പറയുന്നത് റഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റഫറൻസ് ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത് ഒന്നാമത് പറയുന്നത് ആളുകൾ കമ്പാരിസൺ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കമ്പയർ ചെയ്യുന്നുണ്ട്. അതായത് സ്വന്തം അവനവനെ തന്നെ മറ്റുള്ളവരുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പയർ ചെയ്യുന്നു. ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞു ഒരു വ്യക്തിയുടെ ഡ്രസ് സെൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് മറ്റൊരു വ്യക്തി ചെയ്യുന്ന ഡ്രസ്സിംഗ് രീതിയല്ല അല്ലെങ്കിൽ ഡ്രസ് സ്റ്റൈൽസിനെയൊക്കെ നമ്മൾ കോപ്പി ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അതിനെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെയൊക്കെയാണ് നമ്മൾ കമ്പാരിസൺ എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത് ഹയർ പൊസിഷൻ അല്ലെങ്കിൽ എന്താ നമ്മളുടെ ജീവിത നിലവാരത്തെയോ അല്ലെങ്കിൽ നമ്മളെ നിലനിൽക്കുന്ന സ്ഥിതിഗതിയോ മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ അതിന് രണ്ടാമത് എന്ന് പറയുന്നത് സോഷ്യൽ സ്കെയില് മെച്ചപ്പെടുത്താനായിട്ട് എന്ത് ശ്രമിക്കുന്നുണ്ട്, ആളുകള് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ സോഷ്യൽ സ്കെയിൽ നമ്മുടെ സാമൂഹിക സ്ഥിതി എന്ത് ചെയ്യുന്നുണ്ട്, മെച്ചപ്പെടുത്താനായിട്ട് ആളുകൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ സവിശേഷത. മൂന്നാമത് എന്ന് പറയുന്നത് ആളുകൾക്ക് അവരുടെ പോരായ്മകളും വീക്ക്നെസ്സും എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ചറിയാനായിട്ട് ഇവിടെ സഹായിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു, ആളുകൾ സ്വാഭാവികമായിട്ട് കമ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് തന്നേക്കാൾ മികച്ചതാണോ മറ്റൊന്ന് അല്ലെങ്കിൽ തന്റെ പോരായ്മകൾ എന്താണ്, എന്തുകൊണ്ടാണ് താൻ അതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളതൊക്കെ ആളുകൾ കമ്പയർ ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾക്കിടയിൽ അവരവരുടേതായിട്ടുള്ള വീക്ക്നെസ്സുകൾ സ്ട്രെങ്ത് മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട് റഫറൻസ് ഗ്രൂപ്പ് സഹായിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് റഫറൻസ് ഗ്രൂപ്പിന്റെ അകത്ത് വരുന്ന പ്രധാനപ്പെട്ട സവിശേഷതകൾ. ഇനി അടുത്ത ഈ റഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് കൊണ്ടുവരുന്നത് മുസാഫിർ ഷെരീഫ് എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് ആണ്. മുസാഫിർ ഷെരീഫ് എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് ആണ് ഈ റഫറൻസ് ഗ്രൂപ്പിനെ കുറിച്ച് കൂടുതലായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളതും പഠിക്കുകയും ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് മറ്റു വ്യക്തികളുമായിട്ട് സ്വന്തം വ്യക്തിത്വത്തെ മറ്റൊരു വ്യക്തിയുമായിട്ട് കമ്പയർ ചെയ്യുന്നതിനെയാണ് എന്താണ് റഫറൻസ് ഗ്രൂപ്പ് എന്ന് അദ്ദേഹം നിർവചിക്കുന്നത്. അതായത് ഒരു വ്യക്തി ഹിംസെൽഫ് അതായത് സ്വയം തന്നെ മറ്റുള്ള ഒരു ഗ്രൂപ്പുമായിട്ട് മറ്റു വ്യക്തികളുമായിട്ട് തന്നെ കമ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റഫറൻസ് ഗ്രൂപ്പ് എന്ന് മുസാഫിർ ഷെരീഫ് നിർവചിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ഇത്രയാണ്. എന്താണ് സോഷ്യൽ ഗ്രൂപ്പ്? സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടിലധികമോ വ്യക്തികൾ കൂടിച്ചേരുന്ന പ്രോസസ്സാണ് അല്ലെങ്കിൽ കൂടിച്ചേരലിനെയാണ് സംഘം എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞത് എത്ര കാറ്റഗറീസ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷനെയാണ് നമ്മൾ പഠിച്ചത്. ആ ക്ലാസിഫിക്കേഷൻ അത് വരുന്നതാണ് പ്രൈമറി ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് വന്നത് പ്രൈമറിക്ക് ശേഷം ഡിസ്കസ് ചെയ്തു വന്നത് അതർ ക്ലാസിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ പഠിച്ചിരുന്നു. ഇൻ ഗ്രൂപ്പ്, ഔട്ട് ഗ്രൂപ്പ്, പിന്നീട് റഫറൻസ് ഗ്രൂപ്പ് എന്താണെന്ന് പഠിച്ചു,
ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഗ്രൂപ്പ്സ്. അപ്പോൾ ഇത് ഓരോന്നും ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 4th ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ അടുത്ത യൂണിറ്റുമായിട്ട് വീണ്ടും കാണാം.